ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത ഡിസംബറിൽ ഒരുപാട് ചാനലുകൾക്ക് അവരുടെ സബ്സ്ക്രൈബേഴ്സിലെല്ലാം കുറവ് വരുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറവ് വരുന്നത് എന്ന് നോക്കാം. എല്ലാവരും ഈ ഒരു അപ്ഡേറ്റിനെ ഇതിനെ ബാഡ് അപ്ഡേറ്റ് എന്നെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ഇതൊരു ബാഡ് അപ്ഡേറ്റ് ആണോ? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഡിസംബറിൽ കുറെ ചാനലുകൾക്ക് അവരുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടമാകുന്നു എന്ന് പറയുന്നത് എന്ന് നോക്കാം. ഇതിനായി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു മെയിൽ ഇത് നമുക്ക് റെഫർ ചെയ്യാം. അതായത് അപ്ഡേറ്റിംഗ് അവർ ഗൂഗിൾ അക്കൗണ്ട് ഇൻആക്ടിവിറ്റി പോളിസി എന്ന ഒരു മെയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു മെയിലിൽ ഗൂഗിൾ വളരെ കറക്റ്റായി ഇത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ സേഫ് ആക്കുന്നത്, അതുപോലെ നമ്മുടെ അൺഓതറൈസ്ഡ് ആയ ആക്സസ് എല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാതിരിക്കുന്നതിന് ഇപ്പോൾ ഗൂഗിൾ കുറച്ച് പ്രൊട്ടക്ഷൻ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് കുറെ കാലമായി ഉപയോഗിക്കാതെ ഇരിക്കുന്ന പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അക്കൗണ്ട് എല്ലാം ഇപ്പോൾ ഗൂഗിൾ റിമൂവ് ചെയ്യുമെന്നാണ് ഇവിടെ അറിയിക്കുന്നത്. അതായത് ഡിസംബറോട് കൂടിയെല്ലാം ഇത്തരത്തിൽ ഒരുപാട് അക്കൗണ്ട് എല്ലാം റിമൂവ് ആയി പോകും. അപ്പോൾ എങ്ങനെയുള്ള അക്കൗണ്ട്സ് എല്ലാമാണ് റിമൂവ് ആകുന്നത് എന്ന് നമുക്കിവിടെ നോക്കാം. ആദ്യമായി ഇവിടെ ഇൻആക്ടിവിറ്റി പീരീഡ് എന്ന് പറയുന്നത് 2 years ആയി നമ്മുടെ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ഇനാക്റ്റീവ് ആകാൻ കാരണമാകുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ അപ്ഡേറ്റ് ഇത് നമ്മൾ 2 വർഷമായി നമ്മുടെ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമാണ് നമ്മളെ ബാധിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുകയെല്ലാം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊരു മെയിൽ അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുക, ഇത്തരത്തിലെല്ലാം ചെയ്യുന്നവർക്ക് അവർക്ക് അവരുടെ അക്കൗണ്ട് നഷ്ടപ്പെടില്ല എന്ന് ഇവിടെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനാക്റ്റീവായ ഒരു അക്കൗണ്ട് ഇത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് റിമൈൻഡേഴ്സ് എല്ലാം അയക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിക്കവറി ഇമെയിൽ എല്ലാം കൊടുത്ത ആ മെയിൽ ഐ ഡിയിലേക്കും ഇതുപോലെ റിമൈൻഡേഴ്സ് എല്ലാം നമുക്ക് റിസീവ് ചെയ്യും. അതിനാൽ തന്നെ ആ അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ലോഗിൻ ചെയ്ത് ആ അക്കൗണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ആകുന്നത് തടയാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഇത് ആക്റ്റീവ് ആകുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാമാണ് സാധാരണ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇവിടെ പറയുന്നത് റീഡിംഗ് ഓർ സെൻഡിങ് ആൻ ഇമെയിൽ, അതുപോലെ യൂസിങ് ഗൂഗിൾ ഡ്രൈവ്, വാച്ചിങ് എ യൂട്യൂബ് വീഡിയോ, ഷെയറിങ് എ ഫോട്ടോ, ഡൗൺലോഡിങ് ആൻ ആപ്പ്, യൂസിങ് ഗൂഗിൾ സെർച്ച്, യൂസിങ് സൈൻ ഇൻ ഗൂഗിൾ ടു സൈൻ ഇൻ ടു തേർഡ് പാർട്ടി ആപ്പ് ഓർ സർവീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്കൊരു മെയിൽ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അക്കൗണ്ട് യൂസ് ചെയ്ത് ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് യൂസ് ചെയ്ത് യൂട്യൂബ് വീഡിയോ കാണുക, അതുമല്ലെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ എല്ലാം ആ അക്കൗണ്ട് യൂസ് ചെയ്ത് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുക, അതുപോലെ ഗൂഗിൾ സെർച്ച് എല്ലാം നടത്തുന്നതിന് ആ അക്കൗണ്ട് യൂസ് ചെയ്യുക. ഇത്തരത്തിലെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത് തടയാൻ സാധിക്കും. അതായത് നിങ്ങൾ 2 വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി എല്ലാം ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആവുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വലിയ യൂട്യൂബേഴ്സ് പറയുന്നത് അവരുടെ അക്കൗണ്ടിൽ ഇതുപോലെ ഇനാക്റ്റീവ് ആയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടാകാം എന്നാണ്. അതിനാൽ തന്നെ ഇപ്രകാരം 2 വർഷമായി അക്കൗണ്ട് എല്ലാം യൂസ് ചെയ്യാത്തവരുടെ അവരുടെ അക്കൗണ്ട് ഡിലീറ്റ് ആവുക വഴി കുറെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിലെല്ലാം കുറവ് വരാം. എന്നാൽ സത്യത്തിൽ ഇത്തരത്തിൽ ഇനാക്റ്റീവ് ആയ അക്കൗണ്ട് ഇത് റിമൂവ് ചെയ്യുക വഴി വലിയ ചാനലുകൾക്ക് ദോഷമൊന്നും വരാൻ പോകുന്നില്ല. അതായത് ഇത്തരത്തിൽ ഇനാക്റ്റീവ് ആയ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ആ ഒരു ചാനലിന് നേടാനില്ല. അവർക്ക് ജസ്റ്റ് അവരുടെ സബ്സ്ക്രൈബർ കൗണ്ട് കാണുന്നതിൽ കുറച്ച് കൂടുതൽ ഉണ്ട് എന്ന് മാത്രമല്ലാതെ അതിൽ നിന്നും പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ആ ചാനലിന് ലഭിക്കില്ല. മറിച്ച് ഈ ഒരു കാര്യം ഇത് വരുന്നത് കൊണ്ട് ഒരുപാട് പഴയ യൂസേഴ്സിനെല്ലാം വളരെയധികം ഉപകാരമാണ് ഉണ്ടാവുക. കാരണം ഒരുപാട് പഴയ അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്തവർ അവരുടെ അക്കൗണ്ട് അവർ ടാഗ് ചെയ്തിരിക്കുന്നത് അവരുടെ പഴയ മൊബൈൽ നമ്പറിലെല്ലാം ആയിരിക്കും. എന്നാൽ ഇത്തരത്തിൽ ആ മൊബൈൽ നമ്പർ നിലവിൽ അവർ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എല്ലാം ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല സമയത്തും ഇത്തരത്തിൽ ആ മൊബൈൽ നമ്പർ എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ അക്കൗണ്ട് ഇത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുക. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു നമ്പർ ഇത് പുതുതായി ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ പഴയ അക്കൗണ്ടിലേക്ക് ആക്സസ് എല്ലാം ലഭിക്കാൻ ഇത് കാരണമാകും. ഇത് റിമൂവ് ആവുക വഴി പലരുടെയും പേഴ്സണൽ ഇൻഫർമേഷൻ, അതുപോലെ പലരുടെ അക്കൗണ്ട്, അവരുടെ പ്രൈവസി ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കും.
ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്